ടേം ഇൻഷുറൻസ് എടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഇനിയിപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആഡ് ഓൺസിനെ പറ്റി പറയാം. ഒന്നാമത്തെ ഒരു ആഡ് ഓൺ എന്ന് പറയുന്നത് നമുക്ക് വേവർ ഓഫ് പ്രീമിയം ഓൺ ക്രിട്ടിക്കൽനെസ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽനെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രീമിയം അടയ്ക്കാതെ തന്നെ നമ്മുടെ കവറേജ് തുടർന്ന് പോവുകയും പിന്നീട് ഒരു ക്ലെയിം വരുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഈ വ്യക്തി മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ക്ലെയിം കിട്ടുകയും ചെയ്യുന്ന ഒരു ഫീച്ചറാണ് വേവർ ഓഫ് പ്രീമിയം ഓൺ ക്രിട്ടിക്കൽനെസ്. പിന്നുള്ളൊരു ഫീച്ചറാണ് ആക്സലറേറ്റഡ് ടെർമിനൽ ഇൽനെസ്. നമുക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്ന് ഈ വ്യക്തി മരിക്കാൻ പോവുകയാണെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി എടുത്തിരിക്കുന്ന സം അഷ്യൂർഡ് മുഴുവൻ 100%ഉം ആള് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇൻ കേസ് ഇനി ആ വ്യക്തി ആ ഒരു ടെർമിനൽനെസ് മൂലം മരിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും പിന്നെ ആ സം ഇൻഷുർഡ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സം ഇൻഷുർഡ് ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്തിരിക്കും. അതിന് മരിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻ കേസ് ആൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പ് സെറ്റിൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കാനും കൂടി പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫീച്ചർ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ചില പ്ലാനുകളിൽ ഒരു വർഷം നമ്മൾ പ്രീമിയം അടച്ചില്ലെങ്കിൽ പോലും കവറേജ് തുടർന്നു പോവുകയും അതിനുശേഷം അടുത്ത രണ്ടാമത്തെ വർഷത്തെ പ്രീമിയം അടയ്ക്കുമ്പോൾ ഈ ആദ്യത്തെ വർഷത്തെയും കൂടി പ്രീമിയം ചേർത്ത് അടയ്ക്കുന്ന ഒരു ഫീച്ചർ കൂടിയുണ്ട്. അതായത് നമുക്ക് ഒരു വർഷം പ്രീമിയം അടച്ചില്ലെങ്കിലും ഒരു ഗ്രേസ് പീരീഡ് പോലെ നമുക്ക് കിട്ടും. പക്ഷെ ആ സമയത്തും ആള് മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്യേണ്ട എമൗണ്ട് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെയുള്ള ഒരു ആഡ് ഓൺ ആണ് ആക്സിഡന്റ് ഡിസബിലിറ്റി റൈഡർ. അതായത് ആക്സിഡന്റ് മൂലം മരിക്കുകയോ അല്ലെങ്കിൽ അതൊരു പബ്ലിക് വാഹനത്തിൽ നിന്ന്, ട്രാൻസ്പോർട്ട് വാഹനത്തിൽ നിന്നാണ് ആള് മരണപ്പെടുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്നതിന്റെ ഡബിൾ തുകയും, അത് ഒരു സെപ്പറേറ്റ് സം ഇൻഷുർഡാണ് കേട്ടോ അതിന് വരുന്നത്. ആ റൈഡർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതിന് നമുക്കൊരു സെപ്പറേറ്റ് സം ഇൻഷുർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്ത് തന്നെ നമ്മൾ എടുക്കുന്ന സം ഇൻഷുർഡിന്റെ ഒരു 1% നമുക്ക് വീക്ക്ലി പെർമനന്റ്ലി നമ്മൾ ഡിസേബിൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വീക്ക്ലി സെറ്റിൽ ചെയ്യുകയും, ടെമ്പററി ഡിസേബിൾമെന്റ് ആണെങ്കിൽ അതിൻ്റെതായ ഒരു പെർസെൻറ്റേജ് പല കമ്പനികളിലും പല രീതിയിലാണ്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് കിട്ടുകയും ചെയ്യുന്ന നമുക്കൊരു ഇൻകം. അതായത് ഇപ്പോൾ നമുക്ക് പെർമനന്റ്ലി ഡിസേബിൾ ആയി കഴിഞ്ഞാൽ ആൾ മരിക്കുന്നില്ല, പക്ഷെ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അല്ലെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഇൻകം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു എമൗണ്ട് മന്ത്ലി കിട്ടുകയും ചെയ്യുന്ന ഫെസിലിറ്റി ഉള്ള റൈഡറാണ് ഈ ആക്സിഡന്റൽ ഇൻകം റൈഡർ. ഇതിനുള്ളൊരു റൈഡറാണ് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സം ഇൻഷുർഡിന് പുറമെ ഒരു പ്രത്യേക സം ഇൻഷുർഡ് 30-60 ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്ന് ഒരു 30 ദിവസത്തിന് മേലെ നമ്മൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സം ഇൻഷുർഡിന് പുറമെ നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് എടുത്തിരിക്കുന്ന സം ഇൻഷുർഡ് നമ്മുടെ കുടുംബത്തിന് സെറ്റിൽ ചെയ്ത് കിട്ടും, ആള് ജീവിച്ചിരിക്കാൻ തന്നെ.